19.6. One of the men in critical condition. The other is dead. I am now even more convinced that this is not only an intelligent creature, but the same which estimated the crew of the USS Clarion 11 years ago in another part of the galaxy. Mummy? എന്താ മോനെ? ആ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്താ മമ്മി. നിനക്ക് എഴുന്നേറ്റ് ചെന്നെടുത്തൂടെ? ഞാൻ പണം കണ്ടോണ്ടിരിക്കല്ലോ മമ്മി. ആരാണ് നോക്ക്? ഒന്ന് നോക്ക് മമ്മി. ഓഹോ, ആരാ? ഐ എം രാമചന്ദ്രൻ, രഞ്ജിയുടെ ലെക്ചറാണ്. ഓഹോ, അപ്പൊ താങ്കളാണ് എന്റെ മോനെ തല്ലിയതല്ലേ? അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. എന്ത് സംസാരിക്കാൻ? താനാരാടോ, പോലീസോ? ഇവനെ ഞങ്ങൾ കോളേജിൽ അയക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ തല്ലിച്ചതയ്ക്കാനല്ല. നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നില്ല. ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ മകന് തന്നെ അപകടം. ഇവന് മാനസികമായ എന്താ തകരാറുണ്ട്? തകരാറ് തന്റെ മനസ്സിനാ. കുറച്ചെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും അറിഞ്ഞുകൂടാത്ത ഈ കൊച്ചു പയ്യനിങ്ങനെ തല്ലുമായിരുന്നു. അവൻ എന്തെങ്കിലും തെറ്റ് കാണിച്ചാ ശാസിക്കാം. വാദ്യാരാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടിത്തരവും കാണിക്കാമെന്ന് കരുതിയിട്ടുണ്ടാവും. ഇവനെ ചോദിക്കാനും പറയാനും ആളുണ്ട്. ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മകൻ താൻ തോന്നിയായി വളരില്ലായിരുന്നു. ഷട്ട് അപ്പ് യു ഇഡിയറ്റ്. ഇവന്റെ അച്ഛൻ ഡൽഹിയിൽ നിന്ന് വരട്ടെ. MP മാത്യൂസ് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. തന്റെ പഠിപ്പിക്കല് ഞാൻ നിർത്തിത്തരാം. ഞാൻ പറയുന്നതൊന്ന്. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? Will you please get out and get lost? Damn it.
ഇയാളാണ് ചെയ്തത്. മൈൻഡ് യുവർ വേർഡ്സ്. ഇയാളാണ് എന്റെ കാർ അടിച്ച് തകർത്തത്. ആണെന്ന് വെച്ചോ, പക്ഷെ തെളിവുണ്ടോ? നിങ്ങൾ കാർ എടുക്കണമെന്ന് ഞാൻ കണ്ടതാ. ഈ പറയുന്ന കാറ് ആരുടെ? റഞ്ജിയുടെ. അപ്പൊ ഇയാളാണ് വാദിയും സാക്ഷിയും. വാദി സാക്ഷിക്കാരായ തനിക്കെന്താ? കാര്യമുണ്ട്. അതിനുമ്പ് വേറൊരു കാര്യം. മോൻ വീട്ടിൽ ചെന്ന് മമ്മിയോട് പറയണം, രാമേന്ദ്രൻ സാർ പറഞ്ഞു ഇത് കോളേജാണ്, പുറത്ത് വെച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ആവാം. ഇവിടെ മോൻ സാറിന്റെ സ്റ്റുഡന്റും സാർ മോന്റെ അധ്യാപകനുമാണ്. മോൻ ഇനി മുതൽ ഒരുമാതിരി മര്യാദയില്ലാതെ സംസാരിച്ചാൽ മോന്റെ പല്ലടിച്ച് താഴെടുവെന്ന്. അല്ല, ഈ വാദിയും സാക്ഷിയും ഒരാളായാൽ നിയമത്തിന്റെ മുമ്പിൽ എന്തെങ്കിലും വിലയുണ്ടോ ഇൻസ്പെക്ടർ? പിന്നെ താൻ പറയുന്ന കേട്ട് ഇദ്ദേഹം വേണേ കേസ് ചാർജ് ചെയ്യും, സംശയത്തിന്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യും. പക്ഷെ കോടതിയിൽ നിന്ന് തെളിവില്ലെന്ന കാരണവും പറഞ്ഞ് പുല്ലുപോലെ ഞാൻ ഇറങ്ങിപ്പോവും. പിന്നെ മാനനഷ്ടത്തിന് ഞാൻ കേസ് കൊടുക്കും. ഇൻസ്പെക്ടറുടെ പേരിലല്ല, തന്റെ പേരിൽ. അതിന് സാക്ഷി ഇൻസ്പെക്ടർ ആയിരിക്കും. കൃത്യമായി തെളിവുള്ളതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാൻ ഇൻസ്പെക്ടർ തന്നെ വരേണ്ടി വരും. ശരിയല്ലേ ഇൻസ്പെക്ടർ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. യോ, കാം ഡൗൺ, നമുക്ക് അന്വേഷിക്കാം. ഡാഡി ഇങ്ങോട്ട് വന്നോട്ടെ, തന്നെ ഞാൻ കമ്പി എണീച്ച് കാണിച്ചു തരാം. അതിനു മുമ്പ് തന്നെ നമുക്കെണ്ണാം. ഇതുപോലെ ചിലരൊക്കെ വലിയ മറ്റവന്മാരുടെ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കോളേജ് വിലസുന്നുണ്ട്. മയക്കുമരുന്നും ഹോക്കി സ്റ്റിക്കും സൈക്കിൾ ചെയിനും ഒക്കെ ആയിട്ട്. അവർക്കെതിരെ എനിക്കൊരു കേസ് ചാർജ് ചെയ്യണം. സാക്ഷ്യമായിട്ട് സ്റ്റേഷനിൽ വരാം. കുഞ്ഞുണ്ണിയെ, എന്താണ്ട് അവിടെ ചുട്ടിക്കളേ? ഡോണ്ട് ഗീവ് ദം വിത്തൗട്ട് ഹാൻഡ് ആൻഡ് അർത്തമാറ്റിക്. ഈ ചെറ്റകൾക്ക് കൈയും കണക്കില്ലാണ്ടൊന്നും കൊടുക്കണ്ടെന്ന്. എന്താ അവസാനം വിറ്റകൾ എന്നെ എടുത്ത് കോണ കൊടുക്കാനുള്ള സ്ഥിതി ഉണ്ടാക്കും. അത് ഉണ്ടാക്കണ്ടതാ പറഞ്ഞേ. നീ ഞങ്ങൾക്കെതിരായി സാക്ഷി പറയുന്നു ഒന്ന് കാണണം. ഇത് ഞങ്ങൾ ഓർഡർ ചെയ്ത ചായ. ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു. പേടിക്കാനൊന്നുമില്ല. പക്ഷേ 2 ദിവസം ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കിടക്കേണ്ടി വരും. വരട്ടെ. ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് അവർ ആരെയും വിടില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. ഞാൻ ലക്ഷ്മിയെ വീട്ടിൽ കൊണ്ടുവിടാം. ഇവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. വരൂ. ആരാത്? ആർക്കറിയാം. എന്നാലും അനിയും കുത്തുകൊണ്ട് ആശുപത്രി കിടക്കുമ്പോ എന്തെങ്കിലും ആവട്ടെ, നീ വാ. ഒന്നും പേടിക്കണ്ട, ഞാൻ ആശുപത്രിയിൽ തന്നെ ഉണ്ടാവും. സാറിങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ടൊന്നും കാര്യമില്ല. പ്രശ്നങ്ങളെ നേരിടുകയല്ലേ വേണ്ടത്. തന്റെ പ്രായത്തിൽ ഞാനും ഇങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്നത് വെറുതെ അല്ല. ഞാൻ വെറുത്തു. എനിക്ക് മതിയായി. എക്സ്ക്യൂസ് മീ, ഇയാൾ എന്തിനാ ഇവിടെ? അസൂയപ്പെട്ടൊന്നും കാര്യമില്ല. സുഖായി ഇവിടെ. ആ കോളേജിന്റെ വളച്ചിട്ടിന്റെ അകത്തുനിന്ന് എന്ന് പുറത്തോട്ട് ഇറങ്ങിയോ അന്ന് മുതൽ എനിക്ക് സുഖ.
ആ കന്നാലിൽ എന്തുട്ടാണ് വിചാരിച്ചേ? കാന്റീൻ കുട്ടിയെ തങ്ങപടി തണ്ടുന്നോ? അവിടെ മുതലാളിയായിട്ടിരിക്കുന്നതിന് സുഖ മാഷ, ഇവിടെ തൊഴിലാളിയായിട്ടിരിക്കണത്. ഇപ്പൊ എന്തുട്ടാ വേണ്ടേ? ആദ്യം സന്തോഷമായിട്ട് ഞങ്ങൾക്ക് ഓരോ ചായ താ, ബാക്കി പിന്നെ പറയാം. ഒരു മൂന്ന് ചായ. കണ്ടില്ലേ, ഒരു ബലിയാടാ. അയാള് പറഞ്ഞ സത്യ. എനിക്കിപ്പോ മനസമാധാനമായിട്ട് കിടന്നുറങ്ങാം. ഇനി ഞാൻ ആ നരകത്തിലേക്കില്ല. ആ കോളേജ് ഇപ്പൊ എനിക്കൊരു ശ്മശാന. എന്റെ കുടുംബത്തെ മുഴുവൻ കൊന്നു കുഴിച്ചു മൂടിയ ശ്മശാനം. എന്താ സാർ പഠിക്കുന്ന കാലത്ത് സാറിനെ പോലുള്ളവരായിരുന്നു ഞങ്ങളുടെ ആവേശം. ഇപ്പൊ പ്രശ്നങ്ങൾ വരുമ്പം ഇങ്ങനെ ഒളിച്ചോടുക എന്ന് പറഞ്ഞാൽ, ഐ മീൻ ഒരുതരം എസ്കേപ്പിസം. എസ്കേപ്പിസം അല്ലടോ. ആർക്ക് വേണ്ടിയാ ഞാൻ പഠിപ്പിക്കേണ്ടത്? ഈ തെണ്ടുകൾക്ക് വേണ്ടിയോ? ഇവന്റെയൊക്കെ രക്ഷകർത്താക്കൾക്ക് വേണ്ടിയോ? അതോ എനിക്ക് വേണ്ടിയോ? വിദ്യ പറഞ്ഞു കൊടുക്കുന്നവനെ ആർക്കും ആവശ്യമില്ല. ആരുടെയും കുഴപ്പമല്ല, ഈ കാലത്തിന്റെ പ്രത്യേകതയാ. പിന്നെ ഒരു ദിവസം ഞാൻ വരും പഠിപ്പിക്കാൻ. എങ്ങനെയാ പഠിപ്പിക്കേണ്ടതെന്ന് നാട്ടുകാരെ പഠിപ്പിക്കാൻ ഞാൻ വരും. നിങ്ങളൊക്കെ സ്നേഹപൂർവ്വം എന്നെ വിളിക്കുന്ന ഓമന പേരാണല്ലോ പൈല. അതുകൊണ്ട് ഇന്ന് പൈലയെ കുറിച്ച് പഠിക്കാം. ആപ്പിൾ സ്നെയിൽ എന്നാണ് പൈലയുടെ കോമൺ നെയിം. സർ, വൺ ഡൗട്ട്. Sit down. Sir. Sit down, I say. Sir. Sit down. Soon he became a very successful. You. Tell me the habitat of Phyla globosa. Stand up when the teacher asks you a question. Tell. Now, answer my question. Where do you find Phyla globosa? In marine water or fresh water? Tell me. Come on. ഫ്രഷ് വാട്ടർ ആണെന്ന് തോന്നുന്നു. തോന്നണ്ട, ശരിയാണ്. എല്ലാവരും കേട്ടല്ലോ. ഇന്ന് ആദ്യമായിട്ടാണ് ഇയാൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നത്. വെരി ഗുഡ്. നെക്സ്റ്റ്. നിങ്ങളകത്ത് കയറിയാൽ എന്തെങ്കിലും സംഭവിക്കും. ഞാൻ പോകാം. സാർ എന്തായി ചെയ്യുന്നത്? ഐ ആം ടീച്ചിങ്. ഞാൻ ഇവരെ പഠിപ്പിക്കുകയാണ്. പ്ലീസ് ഡോണ്ട് ഇന്റർഫിയർ. You know the classification of Phyla? Say yes or no. No. അധ്യാപകരോട് സംസാരിക്കുമ്പോൾ ബഹുമാന സൂചകമായി സർ എന്നുകൂടി ചേർക്കണം. Say no, sir. No, sir. That's too bad. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മോശമാണ്. സർ, ഞാൻ ഈ ക്ലാസ്സിലല്ല സർ. എന്റെ സബ്ജക്ട് സുവോളജി അല്ല സർ. പക്ഷെ എന്റെ ക്ലാസ്സിൽ കയറി ഇരുന്നാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. അതെനിക്ക് നിർബന്ധമാണ്. എന്തായി കളിക്കുന്നത്? I'm all right. No. Please. No, I'm all right. അറസ്റ്റ് ചെയ്യും. നോ, യു കാൺട്ട്. വിരയൻ പോസ്റ്റിൽ നിന്ന് വീണ് മരിച്ചപ്പോഴും അനന്തനെ കുത്തിയപ്പോഴും ഒന്നും ഇവിടെ ആരെയും അറസ്റ്റ് ചെയ്യാൻ ആളെ കണ്ടില്ല. ഇവന്മാരൊക്കെ കൂടെ ഒരു അധ്യാപകന്റെ സമനില തെറ്റിച്ചപ്പം ഉടനെ അങ്ങേരെ അറസ്റ്റ് ചെയ്യാൻ ആളുണ്ട്. ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്യുകയോ കേസ് ഫയൽ ചെയ്യാതെ ഞാൻ എന്തിനാ വേണ്ടാത്ത പണിക്ക് പോകുന്നത്? കുറ്റം ചെയ്തവരെ അറസ്റ്റ് ചെയ്യാന്നുള്ള വേണ്ടാത്ത പണിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാക്കിയിട്ട് നടക്കാൻ നാണമില്ലേ? മിസ്റ്റർ, നിങ്ങൾ ഈ പറഞ്ഞ കേസിലൊന്നും പരാതിക്കാരില്ലെന്ന്. ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്യാതെ ഓരോരുത്തർ അറസ്റ്റ് ചെയ്യാൻ എന്റെ അതിൽ കൂടെ വണ്ടി കൊടുത്തിട്ടോ? ഇവിടെ ഒരു വിദ്യാർത്ഥിയെ കുത്തിയിട്ട് പ്രിൻസിപ്പൽ കംപ്ലൈന്റ് ചെയ്തില്ലേ? ഇല്ല. Come on, come on. ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും കാശുള്ളവന്മാരുടെയും മക്കളാണെന്ന് അഹങ്കരിച്ച് എന്ത് താന്തോന്നിത്തരവും കാണിക്കുന്ന കുറെ തെരുവ് ഗുണ്ടകൾക്ക് അഡ്മിഷനും കൊടുത്ത് അവരുടെ തെമ്മാടിത്തരത്തിന് കൂട്ടുനിന്ന് നാളെ ഈ രാജ്യം ഭരിക്കുന്നതിന് ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധരെ സൃഷ്ടിച്ചുവിടുന്ന ഈ സ്ഥാപനം ഉണ്ടല്ലോ, വിദ്യാഭ്യാസം എന്ന വാക്കിനെ വ്യഭിചരിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ തലവനായിരിക്കുന്ന സാറിന്റെ ഉദ്യോഗത്തിന് യോജിച്ച പേര് പ്രിൻസിപ്പൽ എന്നല്ല.
ഇവിടുത്തെ വിദ്യാർത്ഥികളെ പോലെ താൻ തോന്നിയായിരുന്നെങ്കിൽ ഞാനത് എന്താണെന്ന് പറയാമായിരുന്നു. പക്ഷെ 4 അക്ഷരം പഠിച്ചു പോയതുകൊണ്ടും സംസ്കാരം എന്ന വാക്കിന്റെ അർത്ഥം അറിയാവുന്നതും കൊണ്ടും ഞാനത് പറയുന്നില്ല. രാമേന്ദ്രൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി, സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ വിദ്യാഭ്യാസത്തെ വ്യഭിചരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ സ്ഥാപനമുണ്ടല്ലോ, ഇതിന്റെ പ്രിൻസിപ്പലിന്റെ കസേരയിൽ ഇരിക്കുന്നതിൽ എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല. പക്ഷെ ഞാൻ സംതൃപ്തനാണ്. കാരണം എന്നെ ആശ്രയിച്ച് കഴിയുന്ന ഒരു കുടുംബമുണ്ട്. രോഗിയായ ഒരു ഭാര്യ, പിന്നെ 2 പെൺകുട്ടികൾ. നിങ്ങൾക്ക് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്ന മനസ്സിലായിന്ന് വരില്ല. നിങ്ങൾ പറയുന്ന താന്തോന്നുകളെ എനിക്ക് പേടിയില്ല. പക്ഷെ അവർക്കെതിരെ കേസ് ഫയൽ ചെയ്ത, ഡൊണേഷൻ വാങ്ങി അവർക്ക് അഡ്മിഷൻ കൊടുത്ത മാനേജ്മെന്റ് ഉണ്ടല്ലോ, ഐ വിൽ ബി ഇൻ their bad book. I will be in the MP's bad book. I will be in the ministers and MLA's bad book. Because ഈ താന്തോന്നികൾ അവന്റെയൊക്കെ മക്കളും മരുമക്കളും. പക്ഷെ എനിക്കാരുടെയും ചീത്ത പുസ്തകത്തിൽ സ്ഥലം പിടിക്കാൻ പേടിയില്ല. ഐ വിൽ ഫയൽ എ കേസ് അഗൈൻസ്റ്റ് ദം.